നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. വാവ് 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 എന്തപ്പം ഉണ്ടായത്? ഫിൻ അലൻ താണ്ഡവം. അതിൽ സൗത്ത് ആഫ്രിക്ക ചാരമായി പോയിരിക്കുന്നു. കിവീസിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് 170 റൺസാണ്. 12.5 ഓവറുകളിൽ അത് അടിച്ചു കൂട്ടിയിരിക്കുന്നു. വെറും 33 പന്തുകളിൽ നിന്ന് സെഞ്ചുറി കുറിച്ചുകൊണ്ട് ഫിൻ അലൻ ചരിത്രമാണ് രചിച്ചിരിക്കുന്നത്. ICC T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയാണ് ഈ പിറന്നിരിക്കുന്നത് എന്നർത്ഥം. 12 ഓവർ പൂർത്തിയാകുമ്പോഴുള്ള സ്ഥിതിവിശേഷം എന്താണെന്നറിയോ? ജയിക്കാൻ 170 റൺസാണ് വേണ്ടത്. അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ സ്കോർ ബോർഡിൽ 149 റൺസാണ്. ഇനി ജയിക്കാൻ അവർക്ക് 21 റൺസ് വേണം. ഫിൻ അലൻ്റെ പേരിൽ 76 റൺസാണ് ഉണ്ടായിരുന്നത്. അടുത്ത ഓവർ നോക്കണം. മാർക്കോ യെൻസൻ്റെ ഓവറിലെ ആദ്യ പന്ത് ബൗണ്ടറി, രണ്ടാമത്തെ പന്ത് വീണ്ടും 4, അടുത്ത പന്ത് സിക്സർ, അടുത്ത പന്ത് വീണ്ടും സിക്സർ. ഇനി ജയിക്കാൻ 1 റൺസ്, ഫിൻ അലന് സെഞ്ചുറി നേടാൻ 4 റൺസ്. ബോള് മാറ്റി, കാരണം ബോളത് ആ സിക്സറിൽ ബോൾ നഷ്ടമായിരുന്നു. അടുത്ത പന്ത് മനോഹരമായ ബൗണ്ടറി, ജയിക്കാൻ 1 റൺസ് വേണ്ടിയെടുത്ത് തൻ്റെ സെഞ്ചുറിക്ക് വേണ്ടി അദ്ദേഹം ബൗണ്ടറി നേടുന്നു. സെഞ്ചുറി അങ്ങ് തികക്കുന്നു. സൗത്ത് ആഫ്രിക്ക ഇതുവരെ അപരാജിത കുതിപ്പ് നടത്തിയ സൗത്ത് ആഫ്രിക്കയെ വലിച്ചു കീറി മൂലക്കിട്ടു. ഇതാ ന്യൂസിലാൻഡ് ICC T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. നാളെ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനലിലെ വിജയികളെയാണ് ന്യൂസിലാൻഡ് ഫൈനലിൽ നേരിടുക. ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസാണ് അടിച്ചത്. അതുതന്നെ അവർക്ക് തുടക്കത്തിൽ അത്ര മികച്ചൊരു തുടക്കമല്ല ലഭിച്ചത്. 12 റൺസ് ആകുമ്പോഴേക്കും 2 വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞിരുന്നു. ആദ്യം ക്യൂഡിക്ക പോയി, 8 പന്തിൽ നിന്ന് 8 റൺസാണ് അദ്ദേഹം അടിച്ചത്. റിക്കിൾട്ടൺ ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങി. പിന്നെ എയ്ഡൻ മർക്രം 20 പന്തിൽ നിന്ന് 18 റൺസ്. ഡേവിഡ് ബ്രവിസ് 27 പന്തിൽ നിന്ന് 34 റൺസുമായിട്ട് മോശമല്ലാത്ത സംഭാവന നൽകി. ഡേവിഡ് മില്ലറെ 6 റൺസിന് രജിൻ രവീന്ദ്ര മടക്കി വിട്ടു. സ്റ്റെപ്സും യെൻസനും ഒരു ശ്രമം നടത്തി. സ്റ്റെപ്സ് 24 പന്തിൽ നിന്ന് 29 റൺസ്, യെൻസൻ 30 പന്തിൽ നിന്ന് 55 റൺസുമായിട്ട് പുറത്തായിരുന്നു. പക്ഷേ അവസാന ഓവറുകളിൽ വിക്കറ്റുകൾ നഷ്ടമായത് കുറച്ചുകൂടി നല്ലൊരു സ്കോറിലേക്ക് എത്തുന്നത് അവരെ തടഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. അമ്മാതിരി അടിയാണ് ന്യൂസിലാൻഡ് അടിച്ചത്. കോറിൻ ബോഷ് 2, ഖാഗിസുറബാദ ഡക്ക്, അങ്ങനെ അവരുടെ വിക്കറ്റുകൾ ഓരോന്നോരോന്നായിട്ട് വീണുപോയി. മാറ്റ് ഹെൻറി, അതുപോലെ കോൾ മക്കൻജി, പിന്നെ രജിൻ രവീന്ദ്ര എന്നിവർ 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. ലൂക്കി ഫെർഗൂസൺ 4 ഓവർ 29 റൺസിന് 1 വിക്കറ്റാണ് എടുത്തത്. ജിമ്മി നീഷം 3 ഓവർ 42 റൺസിന് 1 വിക്കറ്റും വീഴ്ത്തി. ഏതായാലും ജയിക്കാൻ 170 റൺസ്. സൗത്ത് ആഫ്രിക്ക കുറച്ചൊക്കെ നന്നായിട്ട് പ്രതിരോധിക്കുമെന്ന് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി. ടീം സിഫേർട്ട് 33 പന്തിൽ നിന്ന് 58 റൺസ് അടിച്ചിട്ട് മടങ്ങുമ്പോഴേക്കും സ്കോർ ബോർഡിൽ 117 റൺസായിരുന്നു. 9ാമത്തെ ഓവർ കഴിഞ്ഞ് 10ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് അദ്ദേഹം മടങ്ങുന്നത്. പിന്നെ രജിൻ രവീന്ദ്ര എത്തുന്നു. രവീന്ദ്ര 11 പന്തിൽ നിന്ന് 13 റൺസ്. പക്ഷേ മറുഭാഗത്ത് ഫിൻ അലൻ്റെ സംഹാര താണ്ഡവം. 33 പന്തിൽ നിന്ന് 10 ഫോറും 8 സിക്സറുകളും അടക്കം അദ്ദേഹം സെഞ്ചുറി നേടി. 303.03 സ്ട്രൈക്ക് റേറ്റിലാണ് ഒരു സെഞ്ചുറി പിറക്കുന്നതെന്ന കാര്യം നോക്കുക. എത്രത്തോളം മാരകമായിരുന്നു ആ ഇന്നിങ്സ് എന്നതിന് ഇതിനപ്പുറം ഒരു തെളിവ് വേണ്ട. ഒരിക്കൽ കൂടി ന്യൂസിലാൻഡിന് മുന്നിൽ പരാജയപ്പെട്ടുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഇതാ പുറത്തേക്ക് പോയിരിക്കുന്നു. 2025 ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയെ പുറത്താക്കുന്നു. ഇതാ 2026 T20 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ വീണ്ടും ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയെ പുറത്താക്കുന്നു. എന്നും ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു നൈറ്റ് മെയറാണ് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.